യാക്കോബിൻ ദൈവം ഇന്നും നമുക്കുള്ളവൻ. ദൈവത്തിന് മഹത്വം. ഏവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളില് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് അതിന്റെ 15 മുതലുള്ളതായ വേദഭാഗങ്ങളിൽ അത് അനുസരിക്കാതെ പോകുന്നവരുടെ മേൽ വരുന്ന ശാപത്തിന്റെ ഒരു നീണ്ട പട്ടികയുമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തിരുവചനത്തില് ഏതാണ്ട് 1522 എങ്കിലുകൾ ഉണ്ട് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും ദൈവകൽപ്പന അനുസരിക്കുന്നു എങ്കിൽ ദൈവം അവരെ ഉയർത്തുന്ന വിധങ്ങൾ, അവരുടെ തൊഴിൽ മണ്ഡലങ്ങളിൽ, അതേപോലെ അവരുടെ കൃഷിയിടങ്ങളില് എന്നുവേണ്ട അവരുടെ സന്തതി പരമ്പരകളില് എല്ലാം അനുഗ്രഹിക്കുന്ന ദൈവത്തെ കുറിച്ച് അവിടെ ഇപ്രകാരം ചില എങ്കിലുകൾ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ വ്യക്തമായ നിയമങ്ങളും മുന്നറിയിപ്പുകളും പറഞ്ഞിരിക്കുന്നതും ഏതാണ്ട് 210 അപ്രകാരമുള്ള വ്യക്തമായ മുന്നറിയിപ്പുകൾ പറഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവരുടെ തലമുറകളുടെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അതായത് നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. ഗർഭഫലം എന്ന് പറയുമ്പോൾ അത് മൃഗങ്ങളുടെ മാത്രമല്ല, തലമുറകളുടെ അനുഗ്രഹം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. കൂടാതെ സങ്കീർത്തനത്തിൽ 127, 128 സങ്കീർത്തനങ്ങളൊക്കെ ഒരു നീതിമാന്റെ തലമുറകളുടെ മേൽ വരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, കുടുംബത്തിന്റെ മേൽ വരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതേ ദൈവത്തിന്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ ഇതെല്ലാം പൂർണ്ണമായി അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു ഭക്തന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അത് മാത്രമല്ല, അവന്റെ മേൽ വരുന്ന ശത്രുക്കൾ ഒരു വഴിയായി വരുമെങ്കിലും 7 വഴിയായി യഹോവയായ ദൈവം ചിതറിച്ചു കളയുന്നതിനെ കുറിച്ചുമൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് അവർ യുദ്ധത്തിന് കുതിരകളെ പരിശീലിപ്പിച്ചിരുന്നത് ഏതാണ്ട് 15 ദിവസം അതിനെ പൂർണ്ണമായി പട്ടിണിക്കിടും. പട്ടിണിക്കിട്ടതിന് ശേഷം ആ കുതിരകളെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് കെട്ടി അവിടെ നിന്ന് ഒരു 100-200 മീറ്റർ അകലെയായിട്ട് അതിനിഷ്ടമുള്ള നല്ല ആഹാരങ്ങള് അവിടെ വയ്ക്കും. അതിനുശേഷം ഈ കുതിരകളെ അഴിച്ചുവിട്ടിട്ട് പൊയ്ക്കോ എന്ന് പരിശീലകൻ പറയും. എന്നാൽ ആ കുതിരകൾ ആഹാരത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ മടങ്ങിവ എന്ന വലിയ ശബ്ദവും പുറപ്പെടുവിക്കും. ഈ കുതിരകൾക്ക് ഈ ശബ്ദം തിരിച്ചറിയാം. ഒരുപക്ഷെങ്കിൽ എല്ലാ കുതിരകളും മടങ്ങി വരത്തില്ല, എങ്കിലും ചിലതെങ്കിലും മടങ്ങി വരുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള കുതിരകളെ പരിശീലിപ്പിച്ചാണ് യുദ്ധത്തിന് തയ്യാറാക്കി അവയെ ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഐതിഹ്യം. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് തയ്യാറില്ലാതെ അനേകർ മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ വിരഞ്ഞോടിക്കൊണ്ട് ഈ ലോക സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുൻപോട്ടോടുന്നതാണല്ലോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ പരിണത ഫലമായി അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു.
പലരും ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു. ഇതെല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കുടുംബങ്ങളിൽ സമാധാനമില്ല, ഒന്നൊന്നിനെ കൊല്ലുന്നു, കൊലവിളിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിലുള്ളതായ മൃഗീയമായ പ്രവൃത്തികൾ ഓരോ ദിവസവും ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണല്ലോ. അതേ, യഥാർത്ഥമായിട്ട് ദൈവത്തെ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിനോട് ദൈവം ഈ വാഗ്ദത്തങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്കിൽ തന്നെയും അവരിൽ അനേകരും ദൈവ വഴി വിട്ട് അന്യദൈവങ്ങളിലേക്കും അന്യാരാധനകളിലേക്കും മടങ്ങിപ്പോയ ചരിത്രം ഇസ്രായേലിന്മേലുണ്ട്. അതിന്റെ ഫലമായിട്ട് അവർ 430 സംവത്സരം മിസ്രയീമിൽ അടിമകളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്നും പൂർണ്ണമായ ഒരു ഉദ്ധാരണം ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മടങ്ങി വന്ന് ദൈവകൽപ്പന അനുസരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനെയും, അല്ല, ഒന്നുകൂടി പറഞ്ഞാൽ ഈ ലോകത്തിൽ എത്ര വലിയ കൊടും പാപിയായിരുന്നാലും അനുതാപ ഹൃദയത്തോടെ ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ ഇടയായി തീർന്നാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ആ ദൈവാഖരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ ലോകത്തോട് അതിന്റെ തത്വസംഹിതകളോട് ഇഴുകിച്ചേരാതെ വണ്ണം ദൈവിക വ്യവസ്ഥകളോട് ഇഴുകിച്ചേർന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഈ തിരുവചനങ്ങളാൽ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.